നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ വികൃതമായ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗാന്ധി ഘാതകരെ തൃപ്തിപ്പെടുത്തുവാനുള്ള CPM BJP അന്തർധാരയെന്ന് കോൺഗ്രസ്. പ്രതിമ മാറ്റി സ്ഥാപിക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. 10 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് BMBC നിലവാരത്തിൽ. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാകും. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയാക്രമണത്തിൽ പശു ചത്തു. ഒരു മാസത്തിനിടെ 4ാം തവണയാണ് പ്രദേശത്ത് പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. മനക്കുടി വാരിയം കോൾപടവിലെ കർഷകർ ഭീതിയിൽ. ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകി കൃഷി നശിക്കുമെന്ന് ആശങ്ക. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ വികൃതമായ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിമ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ ബയോ പാർക്കിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ഫേസ്ബുക്കിലൂടെ പ്രതിമയെ പരിഹസിച്ചു. പ്രതിമയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇതിന് ചികിത്സ എവിടെയുണ്ടെന്നവർ ചോദിച്ചു. ഇവരിലും നല്ലത് ഗോഡ്സെയായിരുന്നു, ഒന്നുമില്ലെങ്കിലും ഒറ്റ ഉണ്ടയ്ക്ക് തീർത്തല്ലോ എന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയെ അപമാനിച്ചതിന് തുല്യമായി പ്രതിമ മാറിയെന്ന് ഗുരുവായൂർ നഗരസഭ BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ ആരോപിച്ചു. രാഷ്ട്രപിതാവിനെ അവഹേളിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രതിമ വികലമാക്കിയതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തിങ്കളാഴ്ച ഉപവാസ സമരം നടത്തും. മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേനടയിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിലാണ് ഉപവാസം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. TCB ന്യൂസ്, ഗുരുവായൂർ. ഗാന്ധി ഘാതകരെ തൃപ്തിപ്പെടുത്തുവാനുള്ള CPM BJP അന്തർധാരയാണ് ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വികലമാക്കിയതിന് പിന്നിലെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ആരോപിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികൃതമായി പ്രതിമ നിർമ്മിച്ച ശില്പിയെ നഗരസഭ പരസ്യവേദിയിൽ ആദരിച്ചത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുവാനാണെന്ന് പ്രതാപൻ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, DCC മെമ്പർ ഇർഷാദ് K. ചേറ്റുവ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, R. രവികുമാർ, KPA റഷീദ് തുടങ്ങിയവരും പ്രതാപനോടൊപ്പമുണ്ടായിരുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് പന്നിത്തടം സെന്ററിൽ നടക്കുന്ന ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മനോഹരമായ ബൈപ്പാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് റോഡെന്ന ഖ്യാതിയും ഈ റോഡിന് സ്വന്തം. കേച്ചേരി വരെ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. 12 മീറ്റർ വീതിയുള്ള റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് കിഫ്ബിയാണ്. പല ഭാഗങ്ങളിലും പച്ചപ്പണിഞ്ഞ പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നതാണ് റോഡിന്റെ പ്രത്യേകത. റോഡിലെ ദൃശ്യഭംഗി ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എയ്യാൽ കൂമ്പുഴ പാടശേഖരത്തിലാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ പാടശേഖരത്തിന് നടുവിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ് യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നാട്ടുകാർക്കും യാത്രക്കാർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് കൈവരിയോടുകൂടിയ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ജിയോസെൽ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം സെന്റർ വികസനവും നടത്തി. ഇതിനു പുറമെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പന്നിത്തടം ജംഗ്ഷനിൽ 19 ലക്ഷം രൂപ ചെലവഴിച്ച് കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് യെല്ലോ ബോക്സ് മാർക്കിംഗും നടത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ MLA നേതൃത്വത്തിൽ പുറമ്പോക്ക് ഭൂമികൾ ഒഴിപ്പിച്ചെടുത്തും സ്വകാര്യ ഭൂമികൾ ഏറ്റെടുത്തുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. 54,61 ലക്ഷം രൂപയാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതിക്ക് ചെലവഴിച്ചത്. AC മൊയ്തീൻ MLA വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം എടുത്തു കാണിക്കാവുന്ന ഒരു പദ്ധതിയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ്. കൂമ്പുഴ പാടശേഖരത്തിൽ യാത്രക്കാർക്ക് മാനസികോല്ലാസത്തിന് വേണ്ടി മനോഹരമായ പാർക്ക് നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ് എരുമപ്പെട്ടി.
പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയാക്രമണത്തിൽ പശു ചത്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പശുവിന്റെ മാംസം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിലാണ് പുലി ഇറങ്ങിയത്. പാലപ്പള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. ഒരു മാസത്തിനിടെ 4ാം തവണയാണ് ഈ പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. ഷീല ശിവരാമന്റെ പശുവിനെ മുൻപും പുലി ആക്രമിച്ചിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനക്കുടി വാരിയം കോൾപ്പടവിലേക്ക് സമാന്തരമായി ഒഴുകുന്ന ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകി കൃഷിനാശമുണ്ടാകുമെന്ന ആശങ്കയിൽ കർഷകർ. കൃഷി ഇറക്കുന്നതിനായി സമീപ പാടശേഖരങ്ങളിലെ വെള്ളം ഇറിഗേഷൻ കനാലിലേക്ക് പമ്പ് ചെയ്തതോടെ കനാൽ നിറഞ്ഞു കവിയാറായ സ്ഥിതിയിലാണ്. മഴ കനത്താൽ വെള്ളം കവിഞ്ഞൊഴുകി വാരിയംപടവിലെ 117 ഏക്കർ കൃഷി നശിക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. അപ്പോൾ ഇത് റോഡ് ഉയർത്തുക മാത്രമേ ഇതിനൊരു പരിഹാരമാർഗമായിട്ടുള്ളൂ. അതിന് പഞ്ചായത്ത് തലത്തിലെ രാകേഷും ബാക്കിയുള്ളവരൊക്കെ വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കത് ഉയർത്തി കിട്ടുമെന്നുള്ളൊരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് താൽക്കാലികം ഒരു 4 വർഷത്തോളമായി ഈ വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷവും ഇറിഗേഷൻ കനാലിൽ നിന്ന് വെള്ളം മനക്കുടി പുള്ള് PWD റോഡ് കവിഞ്ഞ് വാരിയം കോൾപ്പടവിലേക്കൊഴുകി കൃഷി നശിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് കൃഷി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർഷകർ ചേർന്ന് ചാക്കിൽ മണ്ണ് നിറച്ച് റോഡിനും ഇറിഗേഷൻ കനാലിനും ഇടയിലായി നിരത്തിയിട്ടുണ്ടെങ്കിലും ഇറിഗേഷൻ കനാലിലെ ഉയർന്ന ജലനിരപ്പ് ബണ്ട് പൊട്ടാനോ കവിയാനോ ഇടയാക്കുമെന്ന അവസ്ഥയിലാണ്. മഴ കനത്താൽ മണ്ണ് നിറച്ച ചാക്കുകൾ തള്ളിപ്പോകാനും സാധ്യതയേറെയാണ്. ഈ പാടശേഖരം ആഗസ്റ്റ് മാസത്തിൽ കൃഷി ഇറക്കേണ്ട ഒരു സമയത്താണ്. ആഗസ്റ്റ് മാസത്തിലാണ് കൃഷി ഇറക്കാറ്. പക്ഷേ നമുക്കറിയാം, ശക്തമായ കാലവർഷത്തിൻ്റെ ഭാഗമായി തൊട്ടപ്പുറത്തുള്ള ഇറിഗേഷൻ ചാലിൽ നിന്ന് PWD റോഡ് കവിഞ്ഞ് വെള്ളം ഈ പാടശേഖരത്തിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ നടിയിലും കാര്യങ്ങളൊക്കെ നീണ്ടുപോയി. 2 മാസത്തോളം നീണ്ടുപോയി. എല്ലാ പാടശേഖരങ്ങളിൽ നിന്നും ഒരേ സമയം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്ത് ഇറിഗേഷൻ കനാലിലേക്ക് കയറ്റിയതും ഏനമാവ് റെഗുലേറ്ററിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതുമാണ് വാരിയംപടവിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. മനക്കുടി പുള്ളു റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തി പുനർനിർമ്മിക്കുക മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമെന്ന് കർഷകർ പറയുന്നു. TCV തൃശൂർ. 1 കോടി രൂപ ചെലവഴിച്ച് തെക്കുംകര പഞ്ചായത്ത് നവീകരിച്ച കരിമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്ന തരിപ്പണമായി. ഗുണനിലവാരം ഒട്ടുമില്ലാത്ത അസംസ്കൃത വസ്തുക്കളും അശാസ്ത്രീയ നിർമ്മാണവും അഴിമതിയുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. മുൻപ് അഴിമതി ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ആരോപിച്ചു. മുടക്കിയ 1 കോടി രൂപ കരാറുകാരിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ച് പിടിക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പൊയ്യ മൂന്നുമുറിയിൽ 510 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ മാള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മൂന്നുമുറി സ്വദേശി കൈപ്പൂത്തുവീട്ടിൽ രജീഷ് കുമാറിനെയാണ് മാള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KD മാത്യു അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കേസിൽ വലിയപറമ്പ് സ്വദേശി പോട്ടക്കാരൻ രോഹിത്തിനെ 5 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾ കടത്തിവിടില്ല. കുമ്മാട്ടിയിൽ കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് നടപടി. KSRTCയുടെ വിനോദസഞ്ചാര ബസ്സുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലം ബലപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും.
തിരികെ വാർത്തകളിലേക്ക്. ദേശീയപാത കൊടകരയിൽ ബൈക്കിൽ കാറിടിച്ച് യുവാവിന് പരിക്ക്. രാവിലെ അഴകംവഴിക്ക് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇരുവാഹനങ്ങളും. ഇടിച്ച കാർ നിർത്താതെ പോയി. പറമ്പൻതളി ഷഷ്ഠി ആഘോഷത്തിന് എത്തുന്നവർക്ക് വേണ്ടി മുല്ലശ്ശേരി പഞ്ചായത്ത് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, മിനി മോഹൻദാസ്, ഷീബ വേലായുധൻ, സുനീതി അരുൺകുമാർ, NS സജിത് തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പൻതളി ഷഷ്ഠി മഹോത്സവത്തോടനുബന്ധിച്ച് മുല്ലശ്ശേരി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. കച്ചവടം നടത്തുന്നവർ താൽക്കാലിക ലൈസൻസ് എടുക്കണമെന്ന് പഞ്ചായത്ത് അറിയിച്ചു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കുമെന്ന് മുല്ലശ്ശേരി ഹെൽത്ത് സൂപ്പർവൈസർ CC മനോജ് ചന്ദ്രൻ പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ PK ഹാരിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PB രജീഷ്, AC മിഥുൻ, MB ബിജു, PS മുംതാസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ചെലിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ മോഷണത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പൂനൂർ മുജീബിനെ റൂറൽ ജില്ലാ പോലീസ് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പിടിയിലായ മുജീബ് 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ദേശീയപാത സർവീസ് റോഡിന്റെ കാനയുടെ സ്ലാബ് നിർമ്മിച്ചതിൽ അപാകതയെന്ന് ആരോപിച്ച് ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാങ്ങോട്ട് സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് കയറിയപ്പോൾ കാനയുടെ സ്ലാബ് തകർന്നിരുന്നു. കമ്പിയിടാതെ നിർമ്മാണം നടത്തിയെന്നാണ് ആരോപണം. പ്രസിഡന്റ് PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP അബൂബക്കർ, രക്ഷാധികാരി മുഹമ്മദ് കുഞ്ഞി, ഫൈസൽ ഉസ്മാൻ, ഹക്കീം ഇംബാറക്, PM ബുർഹാനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ മുഖ്യ ജലസ്രോതസ്സുകളിലൊന്നായ കോഴിത്തോട് സംരക്ഷണത്തിന് നടപടികളായി. പദ്ധതിക്കായി 20 ലക്ഷം രൂപ അനുവദിച്ചതായി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിത്തോടിന്റെ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുവാനാണ് തുക അനുവദിച്ചത്. വിഷയത്തിൽ പൊതുപ്രവർത്തകൻ സാംസൺ ചിരിയങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തുക അനുവദിച്ച് ഉത്തരവായത്. കൊണ്ടാടി കുത്താമ്പുള്ളി പാലം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് UR പ്രദീപ് MLA അറിയിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം നിർമ്മാണ സ്ഥലത്ത് എത്തിയ MLA പ്രവർത്തന പുരോഗതി വിലയിരുത്തി. 33.14 കോടി രൂപ ചെലവഴിച്ചാണ് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചാവക്കാടും ഗുരുവായൂരുമായി നടക്കുന്ന റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് പന്തലുയരുന്നു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ NK അക്ബർ MLA പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പന്തൽ കമ്മിറ്റി ചെയർമാൻ AS മനോജ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ സഹോദയ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് മത്സരത്തിൽ ഹാട്രിക് വിജയവുമായി വേലൂർ സ്വദേശിനിയായ നീലാംബരി. ഇതുകൂടാതെ ഭരതനാട്യത്തിൽ 1ാം സ്ഥാനവും മോഹിനിയാട്ടത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വേലൂർ അത്താണിക്കൽ മധുവിന്റെയും മിക്സനയുടെയും മകളായ നീലാംബരി കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMIS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പുന്നയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ 4ാം കല്ലിൽ നിർമ്മിച്ച കളിസ്ഥലം തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കായിക വകുപ്പ് മന്ത്രി V അബ്ദുൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 50 ലക്ഷം രൂപയും NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും ഉപയോഗിച്ചാണ് കളിസ്ഥലം സജ്ജമാക്കിയത്. ഏറെ നാളത്തെ കായിക പ്രേമികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ കളിക്കളം പുന്നയൂരിനാണ് അനുവദിച്ചത്. 1 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. 50 ലക്ഷം രൂപ സർക്കാരും 50 ലക്ഷം രൂപ ഗുരുവായൂർ MLAയും ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് നവീകരിച്ചിട്ടുള്ളത്. വികസനത്തിന്റെ അനിവാര്യതയ്ക്ക് മുന്നിൽ മുത്തശ്ശിമാവ് വഴിമാറിക്കൊടുത്തപ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ അവശേഷിച്ചത് മധുരവും നൊമ്പരവും ഉണർത്തുന്ന ഓർമ്മകൾ. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡരികിൽ വളർന്നു നിന്നിരുന്ന മാവിന് 120 വർഷത്തെ പഴക്കമുണ്ടെന്ന് പ്രദേശത്തെ മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു.
തലച്ചുമടുമായി നാട്ടുവഴി താണ്ടിയിരുന്ന പൂർവികരുൾപ്പെടെ തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി മാവാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കപ്പെട്ടത്. വെള്ളിക്കുളങ്ങരയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മുത്തശ്ശി മാവ് ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്കും മൂകസാക്ഷിയായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശില്പികളെയും ട്രാംവേയുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും കണ്ടു വളർന്നവളായിരുന്നു മരമുത്തശ്ശി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ സ്ഥാപിതമായ രാമവർമ്മ തേക്കു പ്ലാന്റേഷനിലേക്കും കൂപ്പുകളിലേക്കും തൊഴിലാളികൾ കൂട്ടത്തോടെ പോയിരുന്ന ഒരു കാലത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാവിന്റെ ഉദ്ദേശം 125 വർഷത്തിന് കൂടുതലായി കാണും. ഈ നല്ല ഒരു മാവ് ഇക്കാലത്ത് കേരളത്തിൽ ഉണ്ടാവില്ല. അതിന്റെ മാങ്ങ കടുമാങ്ങയായിട്ട് ഉപയോഗിക്കാൻ പലരും വന്ന് കൊണ്ടുപോകാറുണ്ട്. ഇത്തരം മാവുകൾ ഇനിയുണ്ടാകട്ടെ. കേരളത്തിലും വെള്ളിക്കുളങ്ങരയിലും നശിപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായത് റോഡ് മലയോര ഹൈവേ വന്നതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇന്നും ആ മാവ് അവിടെ സ്ഥിതി ചെയ്താണ്. വെള്ളിക്കുളങ്ങരയിലെ മാതാ ടാക്കി സ്ഥിതി ചെയ്തിരുന്നത് ഈ മാവിന് തൊട്ടടുത്തായിരുന്നു. വെള്ളിക്കുളങ്ങരക്കാർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾക്കും ഈ മാവ് സാക്ഷിയായി. ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നാട് കലുഷിതമായപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾക്കും മുറിവേറ്റവരുടെ ആർത്തനാദത്തിനും ചെവി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മുറിച്ചു നീക്കപ്പെട്ടെങ്കിലും വെള്ളിക്കുളങ്ങരയിലെ പ്രസന്റേഷൻ ഹൈസ്കൂളിലേക്കും സർക്കാർ UP സ്കൂളിലേക്കും പല കാലഘട്ടങ്ങളിലായി നടന്നുപോയി വന്നവരുടെ മനസ്സിൽ ഈ മുത്തശ്ശിമാവ് എന്നും മധുരമുള്ള ഓർമ്മകൾ പടർത്തി തണൽ വിരിച്ചു നിൽക്കും. TCV ന്യൂസ്, കൊടകര. കൂടാലി മുരിക്കിങ്ങൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗരണ മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി രഞ്ജിത്ത് കൂമുള്ളി, ഖജാൻജി കൃഷ്ണപ്രസാദ് അല്ലിയാങ്കൽ, പഞ്ചായത്തംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കാറിലിടിച്ചതിന് ശേഷം റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ടോറസ് ലോറി കയറിയിറങ്ങിയായിരുന്നു അപകടം. കൈപ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് 27 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. കൈപ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. കൊണ്ടാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നയിക്കുന്ന വികസന സന്ദേശയാത്ര KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തോടി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി P. സുലൈമാൻ, ജാഥ മാനേജർ M. അയ്യാവു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. K. മുരളീധരന്റെ നേതൃത്വത്തിൽ വികസന സന്ദേശയാത്ര നടത്തി. കുമ്പളക്കോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC. മനോജ് എളനാട്, മണ്ഡലം പ്രസിഡന്റ് C. ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ സൈജോ തൈക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കൈക്കാരന്മാരായ ജോൺ C. തോമസ്, CD. ജോർജ്, CK. ഷെൽബി, ഡിക്സൺ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന അടുപ്പൂട്ടി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങളായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിക്കും. 43 പ്രാദേശിക കമ്മിറ്റികൾ ആഘോഷത്തിൽ പങ്കെടുക്കും. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടൂപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകും. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കോൺഫറൻസിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. കൃതജ്ഞതാ ബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രദർ ജോസ് ജെ മഞ്ഞളി അധ്യക്ഷനായിരുന്നു. ഫൊറോന വികാരി ഫാദർ ജോഷി യാളൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി സന്ദേശം നൽകി. ബ്രദർ ജോൺ ലൂയിസ്, ബ്രദർ ലോനപ്പൻ, അനുജിത് ചിറ്റിലപ്പള്ളി, ഷിൻസി ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. ആ കുണ്ടുകാട് സെന്റ് ജോസഫ് ഇടവകയ്ക്ക് അന്നു മുതൽ ഒരു കാരുണ്യത്തിന്റെ മുഖം. നെല്ലുവായി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ BC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. വിവിധ മേഖലകളിലെ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം MK ജോസ്, ധന്വന്തരി ആയുർവേദ ഭവൻ ഡയറക്ടർ ഡോക്ടർ ശ്രീനാഥ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് ആയിരിക്കണം എന്ന് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പുതിയ പദം കടന്നു വരുന്നതും അല്ലെങ്കിൽ ഒരു നവ കേരളം എന്നുള്ള ഒരു സങ്കല്പമൊക്കെ വരാൻ കാരണം ഇന്നലകളിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന പലതുമുള്ള. നവീകരണം നടത്തിയ കുഴൂർ പഞ്ചായത്തിലെ കൈമുക്ക് ജലസേചന പദ്ധതിയുടെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, റിൻസി ഷൈജൻ, സേതുമോൻ ചിറ്റേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് 7ാം വാർഡിലെ കിഴക്കുംപുറം അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. ജില്ലാ പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മുടെ അംഗൻവാടിക്ക് വളരെ മനോഹരമായ ഒരു കെട്ടിടം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KA ശിവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ഭരതരാജൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV പൗലോസ്, PG ഉണ്ണികൃഷ്ണൻ, MS അബ്ദുൾ റസാഖ്, MR സോമനാരായണൻ, MU കബീർ തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം ഒളരിക്കരയിൽ ചേർന്നു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. PV രാജു അധ്യക്ഷത വഹിച്ചു. OK വിജയൻ, വിജിത, ഡേസി, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാഥ് ധനേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ്, ഷീബ വേലായുധൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ജപമാല പ്രദക്ഷിണം നടത്തി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ മാത്യു ഇരുമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ. കൊടുങ്ങല്ലൂരിൽ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. TKS പുരം ക്ഷേത്രത്തിന് സമീപത്തുള്ള പുരയിടത്തിൽ നിന്നാണ് 10 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ശനിയാഴ്ച രാത്രി 10:30 മതിലിന് മുകളിലാണ് മലമ്പാമ്പിനെ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി എത്തി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു.
പെരിഞ്ഞനം പഞ്ചായത്ത് വയോജന സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയത്തങ്ങൾ, ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുപ്പൂട്ടിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിൽ അപകടഭീതി ഉയർത്തിയിരിക്കുന്ന കടന്നൽക്കൂട് നീക്കം ചെയ്തു. വാർഡ് കൌൺസിലർ ബിനു പ്രസാദിന്റെ നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത്. പട്ടിക്കാട് ഫോറസ്റ്റ് ഡിവിഷനിലെ RRT അംഗം KG ലിജോ എത്തി കടന്നൽക്കൂട് നീക്കം ചെയ്തു. ആളെ കുത്തുന്നില്ല പിന്നെ വേണ്ട. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ വികൃതമായി ഗാന്ധി പ്രതിമ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗാന്ധി ഘാതകരെ തൃപ്തിപ്പെടുത്തുവാനുള്ള CPM BJP അന്തർധാരയെന്ന കോൺഗ്രസ്. പ്രതിമ മാറ്റി സ്ഥാപിക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. 10 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് BMBC നിലവാരത്തിൽ. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാകും. പാലപ്പള്ളി കുണ്ടായിൽ പുലിയാക്രമണത്തിൽ പശു ചത്തു. 1 മാസത്തിനിടെ 4ാം തവണയാണ് പ്രദേശത്ത് പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. മനക്കുടി വാരിയം കോൾപ്പടവിലെ കർഷകർ ഭീതിയിൽ. ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകി കൃഷി നശിക്കുമെന്ന് ആശങ്ക. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.